നമുക്ക് സംസാരിക്കാം. എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്ന് ജോമി അയച്ചിരിക്കുന്ന ഒരു കത്താണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജോമി ഒരു +2 വിദ്യാർത്ഥിയാണ്. ജോമി പറഞ്ഞിരിക്കുന്നത്, ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പപ്പായും മമ്മിയും പിള്ളേരുടെ വളർത്തലിനെ കുറിച്ച് മാതാപിതാക്കളോടൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ മക്കൾ മാതാപിതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ഒരു എപ്പിസോഡിലും പറഞ്ഞു കേട്ടില്ല. ഒരു നല്ല അപ്പനും അമ്മയും എങ്ങനെയായിരിക്കണമെന്നാണ് മക്കൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഒന്ന് പറയാമോ എന്നാണ് ജോമി ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ ലെറ്റർ ഒന്ന് വായിക്കാം. സ്നേഹം നിറഞ്ഞ അങ്കിൾ ആൻറ്റി, ശാലോം TVയിലെ നമുക്ക് സംസാരിക്കാം പ്രോഗ്രാമിൽ അങ്കിളിനെയും ആൻറ്റിയെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ എപ്പോഴും വഴക്ക് പറയുകയും എൻ്റെ പരാതികൾ ഒന്ന് കേൾക്കുവാനോ എൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനോ അവർ ഒരിക്കലും സമയം കണ്ടെത്തുകയും ചെയ്യുന്നില്ല. എപ്പോഴും കുറ്റപ്പെടുത്തലും ശകാരവും തന്നെ. വീട് വിട്ടു പോയാലോ എന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട്. മാതാപിതാക്കൾ മക്കളോട് എങ്ങനെയായിരിക്കണമെന്ന് ശാലോം TVയിലൂടെ അങ്കിളും ആൻറ്റിയും ഒന്ന് സംസാരിക്കാമോ? ജോമി, തിരുവനന്തപുരം. മാതാപിതാക്കളുടെ പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒത്തിരിയേറെയുണ്ട്. ചിലരെങ്കിലും വീട് വിട്ടു പോകുവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളിലേക്ക് വീഴാനോ ഒക്കെ ഇത് കാരണമായി തീരുന്നുണ്ട്. കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതൊരു വലിയ പരമാർത്ഥം തന്നെയാണ്. ഒന്നാമതായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നത് അപ്പനും അമ്മയും സ്നേഹിച്ച് കഴിയുന്നതാണ് അവർക്കിഷ്ടം. മാതാപിതാക്കളുടെ പരസ്പര സ്നേഹമാണ് മക്കൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും കലഹിക്കുന്ന മാതാപിതാക്കളെ കാണാതെ, പരസ്പരം കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളെ കാണാതെ, സ്നേഹിച്ച് സന്തോഷത്തിൽ വർത്തമാനം പറയുന്ന മാതാപിതാക്കളെ കാണുവാനായിട്ട് നമ്മുടെ മക്കൾ ഇന്ന് ഒത്തിരി കൊതിക്കുക. അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിച്ച് കാണാനും, ഭാര്യാഭർത്താക്കന്മാർ അപ്പനമ്മമാർ സ്നേഹം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്നേഹം പ്രകടിപ്പിച്ച് അനുഭവമാക്കി കിട്ടണം. അത് മക്കൾ കൊതിക്കുന്ന ഒരു കാര്യമാണ്. തൊട്ടും തൂത്തും തലോടിയും ഒക്കെ ആയിട്ട് അവർക്ക് സ്നേഹം പ്രകടിപ്പിച്ച് അവർക്ക് അനുഭവമാകണം. ഇന്ന് +1 +2 വിദ്യാർത്ഥികൾ പോലും കവലകളിലേക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കുടുംബത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. അപ്പോൾ സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ, സ്നേഹവാക്കുകൾ, സ്നേഹ പെരുമാറ്റങ്ങൾ, സ്നേഹം പ്രകടിപ്പിക്കലുകൾ കുടുംബാന്തരീക്ഷത്തിൽ ഏറെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് തിരുത്തലുകൾ കൊടുക്കാം, വഴക്ക് പറയാം, ശകാരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളത് ഒരു ശാപവാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന പോലെ ആക്കരുത്. ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ തിരുത്തലുകൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാം. ആദ്യമേ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വഴക്ക് പറയുമ്പോൾ ഒറ്റയടിക്കങ്ങ് പറയുകയല്ല. ഒരു തെറ്റവൻ ചെയ്തു അല്ലെങ്കിൽ അവൾ ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോൾ പറയാം, നീ ഇത് ആവർത്തിക്കരുത്, ഇത് തെറ്റാണ്, ഇത് ചെയ്താൽ ഇനി ഞാൻ ഇന്ന ശിക്ഷ നൽകും. ഇങ്ങനെയാണ് മക്കളോട് പറയേണ്ടത്. ഞങ്ങളുടെ അടുക്കള കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളുടെ വലിയ പരാതിയാണ്, അമ്മച്ചി പ്രത്യേകിച്ച് ഒരു കാര്യം അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പല പ്രാവശ്യം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ശരി, അവർ തെറ്റ് ചെയ്തു, നമ്മൾ തിരുത്തൽ കൊടുത്തു, വഴക്ക് പറഞ്ഞു. പിറ്റേ ദിവസം അവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും നീ ഇങ്ങനെ ചെയ്തില്ലേ, നീ അത് ചെയ്തില്ലേ, നീ അങ്ങനെ ഇനിയും ചെയ്യുമായിരിക്കും. കുട്ടികൾക്ക് തിരുത്തലുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ കഴിവുള്ളിടത്തോളം തനിച്ചായിരിക്കുമ്പോൾ വേണം തിരുത്തലുകൾ കൊടുക്കാൻ. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഴയ കാര്യങ്ങൾ പറയരുത്. പണ്ട് ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് വഴി കുട്ടികൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടുതലായിട്ടുണ്ടാകാനായിട്ടിടയുണ്ട്. അത് പണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്, അത് അവരുടെ ബോധ്യത്തിലുണ്ട്, ചിന്തയിലുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യവും അരിശവും ഒക്കെ ഉണ്ടാകുന്നത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരെ പല പല കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതും ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ
അവരോട് പറയുന്നതൊക്കെ ജോലി ചെയ്യുന്നതാണ് അവർക്കിഷ്ടം. അല്ലാതെ ജോലി ചെയ്യാതെ ഒളിച്ചോടി നടക്കാൻ മക്കൾ ഇഷ്ടപ്പെടുന്നില്ല. മക്കൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരെ ഉൾപ്പെടുത്തണം. അവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ചിന്തയോടുകൂടി അവരെ പലരിൽ നിന്നും പിന്തിരിപ്പിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ അവർക്കൊരു ചെറിയ അവഗണന തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ മക്കളോട് പറയണം. ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും അവർക്കറിയാനുള്ള ഒരു ജിജ്ഞാസയുണ്ട്. ആ ജിജ്ഞാസ ശമിക്കുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾ പോവുകയാണെങ്കിൽ കുടുംബത്തിലെ ആ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും വരവ് അറിയാതെ കുട്ടികൾ ചെലവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം മാതാപിതാക്കൾ കുട്ടികളെ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ്. വീട്ടിലെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് അവർക്കൊരറിവുണ്ടാകണം. വരവ് എന്തുണ്ട്, ചിലവ് എന്തുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുമ്പോൾ അവരെ അറിയിക്കണം. അങ്ങനെ അവരെയും കൂടി കുടുംബത്തിൻ്റെ, വീടിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം ഉണ്ടാകുന്നത്. അവരൊരു ചെറിയ കാര്യമാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു, മോൻ ഇത്രയും ചെയ്യാൻ പറ്റിയോ, മോൾ മിടുക്കിയായിരിക്കുന്നു എന്ന് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ അഭിനന്ദനമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ ഒരു വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. പലപ്പോഴും വീട്ടിൽ നിന്ന് നമുക്ക് കുറ്റപ്പെടുത്തലാണ് കിട്ടുന്നത്. അതുപോലെ മക്കളുടെ ഏത് ആവശ്യങ്ങൾ പറയുമ്പോഴും, പ്രത്യേകിച്ച് സെക്സിൻ്റെ മേഖലയൊക്കെ ആൺകുട്ടികൾക്കാളും പെൺകുട്ടികൾക്കാളും മാതാപിതാക്കളിൽ നിന്ന് അറിവ് കിട്ടുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ അപ്പനമ്മമാരെ സ്നേഹിക്കുവാനും ഒരു കൂട്ടുകാരെ പോലെ എല്ലാം പങ്കുവയ്ക്കുവാനും സാധിക്കുന്നത്. ഒരു കൂട്ടുകാരനെ പോലെ, കൂട്ടുകാരിയെ പോലെ മക്കൾ അവരോട് ഇടപെടുവാനായിട്ട് സാധിക്കണം. അതായത് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട്, ഉള്ളു തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ന്യായമായ ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് മാതാപിതാക്കൾ അനുവദിച്ചു കൊടുക്കണം. നീ ഒന്നും മിണ്ടണ്ട എന്നുള്ള ആ മനോഭാവം മാറ്റിയിട്ട് മക്കൾക്ക് മാതാപിതാക്കളുടെ അടുക്കൽ സംസാരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. അവരെ ശ്രവിക്കുന്ന മാതാപിതാക്കളായിരിക്കണം എപ്പോഴും. കൂടുതൽ ഒരു ശ്രവണാത്മക ഹൃദയമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയല്ല, മക്കളുടെ അഭിപ്രായങ്ങളെ കണക്കിലെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കൾക്ക് ന്യായമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അവിടെ കർശന നടപടികൾ, പട്ടാള ചിട്ടകൾ, അമിത ലാളനകളൊന്നും അവരിഷ്ടപ്പെടുന്നില്ല. അവർക്ക് ന്യായമായ ഒരു സ്വാതന്ത്ര്യം കിട്ടണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ വളർച്ച മുരടിക്കാതിരിക്കുകയുള്ളൂ. ഒരു കടയിൽ പോകാനായിട്ടൊക്കെയാണ് അവരോട് പറയണം. ഒരു ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സ്കൂളിലെ എന്തെങ്കിലും ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ പങ്കെടുക്കാനായിട്ട് അവർക്ക് ന്യായമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. നീ പഠനം മാത്രം മതി, വേറെ ഒന്നിലും ഇടപെടണ്ട എന്ന് പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ പിള്ളേരുടെ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ഫ്രണ്ട്സിനെ. ഏതൊരു കുട്ടിക്കും ഉണ്ടാകും കൂട്ടുകാർ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ. അവരുടെ ഫ്രണ്ട്സ് ആരാണെന്നൊക്കെ മാതാപിതാക്കൾ അറിയുന്നതോടൊപ്പം തന്നെ അവരോടൊന്ന് സംസാരിക്കുവാനും അവരോടൊന്ന് വർത്തമാനം പറയുവാനും വല്ലപ്പോഴുമെങ്കിലും ഈ ഫ്രണ്ട്സിനെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കുവാൻ അപ്പനും അമ്മയും തയ്യാറാകണം. അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും. അപ്പനും അമ്മയും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ അല്ലെങ്കിൽ മക്കളുടെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കുന്നത് വഴി മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കും ഈ ഫ്രണ്ട്സിൻ്റെ സ്വഭാവം എന്താണ്, അവരേത് തരത്തിൽ നീങ്ങുന്നവരാണെന്ന്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഈ മക്കൾക്ക് കുറച്ച് അഭിമാനമാണ്. കണ്ടോ, എൻ്റെ പപ്പായും അമ്മയും അവരെയൊക്കെ വിളിച്ചൊന്ന് സൽക്കരിച്ചു, അത് അവന് ഒരു ക്രെഡിറ്റാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് അപ്പനോടും അമ്മയോടും ബഹുമാനം വരുന്നത്. ഇന്ന് പല അപ്പച്ചന്മാരും അമ്മച്ചാലും മാതാപിതാക്കൾ പറയുന്നൊരു പരാതിയാണ്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവന് അരിശമാണ്, അവൻ ഞങ്ങളെ ഒന്നും കേൾക്കത്തില്ല. ഇതുപോലെ ഒത്തിരി ഒത്തിരി പരാതി പറയാനുണ്ട്. പക്ഷെ അവരൊന്ന് ചിന്തിക്കണം, നമ്മൾ നമ്മുടെ കുഞ്ഞു മനസ്സിൻ്റെ ആ വേദനയും വിഷമവും ഒന്ന് കേട്ടിട്ട് അവരുടെ അടുക്കലേക്കൊന്ന് താഴ്ന്നിറങ്ങാൻ സാധിച്ചാൽ മാത്രമേ മക്കളെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മക്കൾക്ക് എന്തെങ്കിലും ഒരു ഹോബി കാണും. ചിലപ്പോൾ സ്റ്റാമ്പ് കളക്ഷനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കിളെ കയറണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ഹോബി മാതാപിതാക്കളും കൂടി ഒന്ന് ഇഷ്ടപ്പെടണം. എനിക്കറിയാം, ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴേ അല്പം സൈക്കിളിൽ കയറണം.
ആ സൈക്കിൾ കയറുന്ന തടസ്സം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അന്നത്തെ പഠിത്തം പോയി. ന്യായമായ ഒരു സ്വാതന്ത്ര്യം, ഒരല്പസമയം 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സൈക്കിളിൽ കയറട്ടെന്നേ, അങ്ങനെയൊക്കെയുള്ള ന്യായമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ ആ ഹോബി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് അനുകൂലമായ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം. ചില പക്ഷികൾ, അണ്ണാൻ, ചെറു പക്ഷികൾ, ഇങ്ങനെയുള്ള പക്ഷികളെയൊക്കെ വളർത്താനായിട്ട് കൊതി കാണും. അപ്പോൾ നമ്മളതിനൊരു കൂട് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ പക്ഷികളെ അല്ലെങ്കിൽ അണ്ണാൻ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനായിട്ട് നമ്മളും കൂടി ഒരു പ്രേരകമായി മാറണം. അത് അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനൊത്തിരി ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. പഠനത്തിൻ്റെ പേര് പറഞ്ഞ് ചില മാതാപിതാക്കൾ ഈ പക്ഷികളെയും ഈ മൃഗങ്ങളെയൊക്കെ കൊന്നുകളയുന്നതായിട്ടൊക്കെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് അവരോട് ചെയ്യുന്ന വലിയൊരു ക്രൂരത തന്നെയാണ്. അവരുടെ വിനോദത്തിൽ നമ്മൾ അല്പം പങ്കുചേരണം. ന്യായമായ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. ന്യായമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരുടെ ഇഷ്ടങ്ങളോടും താല്പര്യങ്ങളോടും നമ്മൾ കുറേ കൂടി ഇണങ്ങിച്ചേരാനായിട്ടൊക്കെ ഉണ്ട്. അല്ലാതെ വരുമ്പോഴേക്കാണ് മക്കൾ പലപ്പോഴും വീട് വിട്ട് ഇറങ്ങണമെന്നൊക്കെ ചിന്തിക്കുന്നത്. ഇത് എന്തിനപ്പനാണെന്നൊക്കെ. അതുപോലെ തന്നെ ബുക്കും പുസ്തകവും ഫീസും ഒക്കെ സമയത്ത് വാങ്ങിക്കൊടുക്കണം. അല്ലാതെ കാലം കഴിഞ്ഞിട്ട് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കൊടുത്താൽ പോരെ. തക്ക സമയത്ത് അവർക്ക് ഫീസ്, പുസ്തകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അതൊക്കെ വാങ്ങിക്കൊടുത്തില്ല എങ്കിൽ അവർക്ക് മനസ്സിന് ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒന്ന് പിക്നിക്കിന് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കളക്ഷൻ നടത്താനായിട്ട് അല്പം പണം കൊണ്ടുവരണം. ഇതിനോട് മാതാപിതാക്കൾ സഹകരിക്കണം. അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും മാതാപിതാക്കൾ അനുഷ്ഠിക്കരുത്. ഇന്ന് മക്കളൊക്കെ കുറേ കൂടി അവർ ഡീസൻറ്റ് കീപ്പ് ചെയ്യുന്ന, ആ ഡീസൻസിക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് അവർക്ക് മനപ്രയാസത്തിന് കാരണമായി തീരും. അതുപോലെ തന്നെയാണ് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പേപ്പറൊക്കെ ഒപ്പിടാൻ കൊടുത്തു വിടുന്നു. പ്രോഗ്രസ് കാർഡോ അല്ലെങ്കിൽ ഉത്തരവെഴുതിയ പേപ്പറോ നീ സൈൻ ചെയ്തുകൊണ്ട് വരണം. ശരിയായിരിക്കാം, അവന് മാർക്ക് അല്ലെങ്കിൽ അവൾക്ക് മാർക്ക് കുറവായിരുന്നു. അത് 2 ദിവസം കൂടി ഇവിടെ പിടിച്ചു വെച്ച് അവൻ ക്ലാസ്സിൽ ചെന്ന് അവൻ ഗെറ്റ് ഔട്ട് അടിച്ച് അവിടെ നാണം കെടുന്നതിലും നല്ലത് പഠിക്കാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ എത്രയും വേഗം അതൊക്കെ സൈനിട്ട് അവന് കൊടുത്തു വിടണം. അവിടെയല്ല നമ്മൾ പിടിച്ചു കെട്ടേണ്ടത്. ഒത്തിരി കുഞ്ഞുങ്ങൾ ഇന്ന് ഹൃദയം നൊന്ത് കരയുന്ന ഒരു കാര്യമുണ്ട്. പലരും ഇതിൻ്റെ പേരിൽ കള്ളത്തരം കാണിക്കും. സൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നു. കാരണം പപ്പായ്ക്കും മമ്മിക്കും ഇതൊന്നും സൈൻ ചെയ്യാൻ പറ്റില്ല, അവിടെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ പറയാം, മോനെ മോളെ, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് നിനക്ക് കുറഞ്ഞു പോയി, നീ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ശ്രമിക്കണം, പഠിക്കണം, അല്ലെങ്കിൽ അതിനുള്ള വഴി എന്നാ നമുക്ക് നോക്കണം, ട്യൂഷനാണ് എന്താ ചെയ്തു തരണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള നല്ല വാക്കുകൾ പറയുമ്പോഴാണ് മോന് തോന്നും, പപ്പയ്ക്കും മമ്മിക്കും ഒത്തിരി വിഷമമുണ്ട് എൻ്റെ മാർക്ക് കുറഞ്ഞിട്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ നന്നായിട്ട് പഠിക്കും. ഇന്ന് മക്കൾക്ക് ബോധ്യം വരുത്തേണ്ടതായിട്ടുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പനും അമ്മയും എനിക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം വരുത്തി കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. അതായത് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ സഹായത്തിന് എത്തുമ്പോഴാണ് അവർക്ക് ഈ ബോധ്യം ഉണ്ടാകുന്നത്. എല്ലാത്തിനും അരുതും വിലക്കും അല്ലെങ്കിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് 100% മാർക്കിന് വേണ്ടിയിട്ടൊക്കെ മാത്രം നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അതവർക്ക് ദുഃഖത്തിന് ദുസ്സഹമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു പ്രോത്സാഹനമായി അപ്പനും അമ്മയും കൂട്ടത്തിലുണ്ടാകും. പ്രോത്സാഹനം അവർക്കുണ്ടാകണം. പ്രോത്സാഹനം കിട്ടിയാൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയും മനസ്സും ഒക്കെ വികാസം പ്രാപിക്കുകയുള്ളൂ. അർഹിക്കുന്ന അംഗീകാരവും പ്രോത്സാഹനവും സമയാസമയങ്ങളിൽ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിന് യാതൊരു പിശുക്കും കാണിക്കാനായിട്ട് ഇടവരരുത്. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ അമിത ആഡംബരവും ആകരുത്, ലുപ്തമാകാൻ പാടില്ല. ആഡംബരപ്രിയരാക്കി മക്കളെ വളർത്തരുത്. മക്കൾക്ക് കൊച്ചു കൊച്ചു സഹനങ്ങളും വേദനകളും ഒക്കെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടണം. എങ്കിൽ മാത്രമേ അവർ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ അമിത ലാളന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായതെല്ലാം വാരിക്കോരി കൊടുത്തെന്നാൽ അവർ പലപ്പോഴും പിന്നീട് മടിയന്മാരും അല്ലെങ്കിൽ ദൂർത്തടിക്കുന്നവരൊക്കെ ആയിട്ട് മാറുകയാണ് സാധാരണ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എപ്പോഴും ഒരു നോട്ടവും ശ്രദ്ധയും ഒക്കെ ഉണ്ടായിരിക്കണം. ജീവിതത്തിലുള്ള വേദനകൾ, വിഷമങ്ങൾ എല്ലാം നമ്മൾ അപ്പം പങ്കുവെച്ചു കൊടുക്കണം മക്കൾക്ക്. അതോടൊപ്പം തന്നെ
പ്രത്യേകിച്ച് അമ്മമാരോടൊരു കാര്യം ഞാൻ പറയും. ഒരിക്കൽ അടുത്ത നാളിലൊരു കൊച്ച് കൗൺസിലിങ്ങിന് വേണ്ടി ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നു. 10ാം ക്ലാസ്സുകാരനാണ്. അവൻ വന്നിരുന്നപ്പോൾ അവനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ അവൻ്റെ ഒരു വലിയ വേദന പങ്കുവയ്ക്കാനാണ് വന്നത്. അവൻ പറഞ്ഞ ഇതാണ്, അവൻ 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചു. അമ്മയ്ക്ക് എത്ര മണിക്കൂർ വീട്ടിലുണ്ടോ അതിൽ പകുതി സമയം എന്നെ വഴക്ക് പറയാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാനതെല്ലാം സഹിച്ചു പോയി. പക്ഷേ 10ാം ക്ലാസ്സിലെ എക്സാം കഴിയുമ്പോഴെങ്കിലും അമ്മയുടെ വഴക്ക് പറച്ചിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അമ്മ വീണ്ടും വീണ്ടും ഓരോരോ കാരണങ്ങൾ, അമ്മ നല്ല ഉദ്ദേശത്തോടെയാണ് എപ്പോഴും മോനെ നന്നാക്കണം അല്ലെങ്കിൽ അവനെ നല്ലവനാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആ മോൻ്റെ പുറകെ നടക്കുന്നത്. ആകെ മൊത്തം നമുക്കറിയാം ഇപ്പോൾ 1 അല്ല 2 ഉള്ളൂ. അപ്പോൾ ഇവരെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് അമ്മമാർക്കാണ് കൂടുതൽ ഉത്സാഹം. എന്താണേലും ഇവൻ മടുത്തപ്പോൾ ഇവനൊരു പണി കാണിച്ചു. അവൻ വീട്ടിൽ നിന്ന് അല്പം പൈസയൊക്കെ എടുത്തുകൊണ്ട് അവൻ ഒളിച്ചോടിപ്പോയത് അവൻ ആൻറ്റിയുടെ അടുത്തേക്ക്. പക്ഷേ അമ്മ കണ്ണുനീരായി ബഹളമായി കരച്ചിലായി. പക്ഷെ അന്ന് അവനൊരു റിപ്പോർട്ടും കൊടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ അവൻ അവിടെ അടുത്തുള്ള അല്ലെങ്കിൽ ഈ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് നേരെ SIയുടെ റൂമിലേക്ക് കയറി. SIയോട് പറഞ്ഞു, എൻ്റെ അമ്മയൊന്ന് മര്യാദ പഠിപ്പിക്കാൻ സാറിന് പറ്റുമോ? പപ്പ നോക്കിയാൽ സാധിക്കില്ല. എന്താ മോനെ? അപ്പോൾ അവൻ്റെ ചരിത്രം പറഞ്ഞു. സാറ് അമ്മയെ വിളിച്ചിട്ട് എന്നെ വഴക്ക് പറച്ചിൽ നിർത്താമെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ പോയിക്കോളാം. ശരി പറയാമെന്ന് പറഞ്ഞ് SI അമ്മയെ വിളിച്ചു. അമ്മ കരഞ്ഞ് തളർന്ന് വിഷമിച്ച് വരികയാണ്. വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇനി ആവശ്യമില്ലാതെ ഈ മോനെ വഴക്ക് പറയരുത്. ഈ സംഭവം കഴിഞ്ഞാണ് ഈ മോൻ ഞങ്ങളുടെ അടുക്കൽ വരാനിടയായത്. മോൻ പറഞ്ഞു ഇതാണ്, ആ SI അമ്മയെ വിളിച്ച് സംസാരിച്ചതിൽ പിന്നെ എൻ്റെ വീട്ടിൽ വളരെ സമാധാനമുണ്ട്. കാരണം അമ്മയ്ക്ക് മനസ്സിലായി ഇങ്ങനെ മോനെ എപ്പോഴും വഴക്ക് പറയുന്നത് ശരിയല്ലെന്ന്. ഇത് ഒത്തിരി കുട്ടികൾക്കിടെ ആവലാതിയും പരാതിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് അമ്മമാർ, കുട്ടികൾ പ്രായം പ്രത്യേകം ഇപ്പോൾ ജോബി തന്നെ +2 പഠിക്കുന്നു. +2 പഠിക്കുന്ന കുട്ടിയൊക്കെ ആകുമ്പോൾ അവനെ വഴക്ക് പറയരുതെന്നല്ല പറയുന്നത്. ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ അവനോട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ പിള്ളേർക്ക് അസ്വസ്ഥതയുണ്ടാകും. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾ ചില ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു രോഗം നടിച്ചുകൊണ്ട് വീട്ടിലായിരിക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണമൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. എന്താണെങ്കിലും അവരെ കണ്ടമാനം നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്നൊരു ബുദ്ധിമുട്ട് ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ശാന്തമായിട്ട് അവരോട് ഇടപെട്ട് അവർക്ക് ആശ്വാസ വാക്കുകൾ പകർന്നു കൊടുക്കണം. മോനെ ഇന്നത് ചെയ്തില്ല, സാരമില്ല, നീ ഉത്സാഹിച്ചാൽ നിനക്ക് കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ആശ്വാസ വാക്കുകളാണ് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂനിന്മേൽ കുരു എന്നുള്ള നിലയിൽ അവർക്ക് അവിടുന്നോ ബുദ്ധിമുട്ടുണ്ടായി വീണ്ടും വീട്ടിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മാതാപിതാക്കൾ മോശമായ വാക്കുകൾ, സഭ്യമല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരെ കണ്ടമാനം ഹർട്ട് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾ ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അവർക്ക് പകർന്നു കൊടുക്കുന്നതാണ്. മാതാപിതാക്കൾ എപ്പോഴും ഒരു മോഡലായിരിക്കും. ഒരു മോഡലായിരിക്കുക. ഇന്ന് മാതാപിതാക്കളുടെ ജീവിതം പലപ്പോഴും വേണ്ട രീതിയിലല്ല. മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ പലതരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളിലും എല്ലാം ഉൾപ്പെട്ടിട്ട് മക്കളോട് നേർവഴി നടക്കാനായിട്ട് പറയും. ഇത് മക്കൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മക്കളെപ്പോഴും മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും. അതുപോലെ തന്നെ അമിത പ്രാർത്ഥനകളും അമിത അനുഷ്ഠാനങ്ങളും ഒന്നും മക്കൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രാർത്ഥനയൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. മാതാപിതാക്കൾ അമിത പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊക്കെ വരുത്തിയാൽ ഇന്ന് മക്കൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം അവർക്ക് കൂടുതലുണ്ട്. മക്കളെയും കൂടി പ്രാർത്ഥനയിലേക്ക് അല്ലെങ്കിൽ മറ്റ് ദൈവിക കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ എപ്പോഴും മോഡലായിട്ട് തന്നെ ജീവിക്കണം. മാതാപിതാക്കളുടെ നല്ല പെരുമാറ്റം കാണുമ്പോൾ, നല്ല ജീവിതം കാണുമ്പോൾ അവർക്ക് അപ്പനെ അനുകരിക്കുവാനായിട്ട് സാധിക്കും. അനുകരണഭ്രമം ഇന്ന് ഒത്തിരിയേറെ കുട്ടികളിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കളെ മക്കൾ അനുകരിക്കുന്നവരാകണം. അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കി മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാണിച്ചു കൊടുക്കണം. മോഡലായി തന്നെ നമ്മൾ ജീവിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തെറ്റിന് ചെറിയ ശിക്ഷ മതി.
ചെറിയ തെറ്റിന് കടുത്ത ശിക്ഷയൊക്കെ നൽകിയാൽ മക്കൾ റിബലാകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാർക്കശ്യ സ്വഭാവവും ക്രൂരമായ മർദ്ദനവും എല്ലാം കുഞ്ഞുങ്ങളെ തിന്മയിലേക്ക് തന്നെ നയിക്കുകയുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലും മക്കളെ സ്നേഹിതരെ പോലെ കണ്ട്, സ്നേഹിതരെ പോലെ വിശ്വസിച്ച് വേണ്ട തിരുത്തലുകൾ സമയാസമയങ്ങൾ കൊടുത്തു മക്കളെ ലോകത്തിനും കുടുംബത്തിനുമെല്ലാം പ്രിയപ്പെട്ടവരാക്കി മാറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മിലൂടെ ദൈവസ്നേഹം ഒഴുകിച്ചെല്ലണം. ദൈവസ്നേഹത്തിൽ അവർ വളരണം. ദൈവം സ്നേഹമുള്ള അപ്പനാണെന്ന് ഭൂമിയിലെ കാണപ്പെട്ട അപ്പനും അമ്മയും കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആ സ്നേഹം ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും നല്ല വ്യക്തിത്വത്തിനുടമകളായി മാറും. ഇന്ന് വ്യക്തിത്വ വികാസനത്തിന് വേറെ പല കാര്യങ്ങളുമാണ് പലരും ചെയ്തു കൂട്ടുന്നത്. വ്യക്തിത്വ വികാസനത്തിന് മാതാപിതാക്കളുടെ ആ സ്നേഹത്തോടെയുള്ള ഇടപെടലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരിയേറെ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും മാതാപിതാക്കൾ ഏക അഭിപ്രായമുള്ളവരായിക്കൊണ്ട് മക്കളുടെ ശിക്ഷണത്തിൽ ഏക അഭിപ്രായം, ഒരാൾ ആരെങ്കിലും മക്കളുടെ പക്ഷം ചേരുകയാണെങ്കിൽ മക്കൾ ചീത്തയായി പോകും. അപ്പോൾ ശിക്ഷണത്തിലും ശിക്ഷയിലുമെല്ലാം മാതാപിതാക്കൾക്ക് ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണം. അവരുടെ ശിക്ഷകളെല്ലാം രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചുറച്ച ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയൊക്കെ വേണം. കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ മാതാപിതാക്കൾ നന്നായി ബഹുമാനിക്കണം, അല്ലേ? ഇപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ വിഷമിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ സ്വർഗീയ അപ്പച്ച, ജോമി എന്ന മോന് എഴുതിയിരിക്കുന്ന ആ എഴുത്തിൽ നിന്നും ഇന്ന് മക്കൾ ഒത്തിരി മാതാപിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ഈശോയെ, എല്ലാ മാതാപിതാക്കളെയും അങ്ങേ കരങ്ങൾ തരികയാണ്. അവർക്ക് ജനിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. മാതാപിതാക്കളെന്ന ആ സ്ഥാനം കിട്ടിയിരിക്കുന്ന ഓരോ അപ്പനമ്മമാരും അവർക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് സ്നേഹം അനുഭവമാക്കി കൊടുക്കുവാനും അവരുടെ ജീവിതത്തിൽ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് സ്നേഹത്തോടുകൂടി അവരോട് ഇടപെടുവാനും എല്ലാ അപ്പനമ്മമാരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മക്കളൊക്കെ ഇന്ന് ഏറ്റവും നല്ലവരായി ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. ഈ സമയം എല്ലാ മാതാപിതാക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. വേദന അനുഭവിക്കുന്ന മക്കളെ ഓർക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, അവിടുത്തെ കരങ്ങൾ മക്കളുടെ മേലും മാതാപിതാക്കളുടെ മേലും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മേ, നസ്രത്തിലെ കൊച്ചു കുടുംബത്തിൽ ഉണ്ണീശോയെ വളർത്തിക്കൊണ്ടുവന്ന് വലുതാക്കിയ കാലഘട്ടങ്ങളിൽ ആ മോന് കൊടുത്ത ആ സ്നേഹം മാതാപിതാക്കൾക്ക് കൊടുക്കുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അമ്മ എല്ലാ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഈശോ മിശിഹായേ.